കൈ ഒന്ന് ബുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ സാർ. ആദ്യം തഗ് ലൈഫ് ടീമിന് ഈ കേരളത്തിൽ കൊച്ചിയിലെത്തിയതിന് ആദ്യം അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ്. ഈ സിനിമ ഇവിടെ എത്തിച്ച ഗോപാലൻ ചേട്ടന് ഒത്തിരി നന്ദി. നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത്. സാർ 37 വർഷങ്ങളായി, 37 വർഷം മണിരത്നം സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക്. ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും? പ്രതീക്ഷിക്കാത്തതെല്ലാം മാസ്റ്റർ സ്ട്രോക്ക്. പ്രതീക്ഷിക്കാത്തതെല്ലാം അതെ. എങ്കിലും ഈവൻ വി വെർ സർപ്രൈസ്. ആ സീന് വായിക്കുമ്പോൾ വിൽ ബി സർപ്രൈസ്. ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത്. മണി സാർ ഷൂട്ട് ചെയ്തത് ഈ ട്വിസ്റ്റഡ് ഇറ്റ് അറൗണ്ട്, ഈ എംബ്രോയിഡറി ആണ്. എൻ്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. That's collaborating, and that's what he has done. And there, of course, Rahman is there, and array of talents of various people. Ravi K. Chandran, he's stuck here, and I'm happy he's stuck here because he belongs in international cinema. And that's what I tried to do with him with Maradhanayagam. It didn't happen because പിന്നെ അത് നടന്നിരുന്നാൽ we won't have Ravi K. Chandran working in India. അങ്ങനെ ഒരു ടെക്നീഷ്യനാണ്. The sound is mixed by Craig, who did Whiplash and won an Oscar. And it was my pride is, after being part of this film, is that this film was mixed in my brand new studio. So ഇവിടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും because I am also responsible. And even the assistant directors, small characters, and the singers in the film, ഞാനും ഒരാളാണ് വായിസൊക്കെ കൊടുത്തിട്ടുണ്ട്. But there are some excellent singers of some of this film. And I've written a song, Shiva Anand has written a song. He has brought in many old and new talents together. And that's Mr. Maniratnam. I've been waiting for it. And they asked me why you're waiting. All I can say is that, why did you wait this long? All I can say is that we are sorry. We really are sorry we missed the opportunity more than you. So I'm here. And any more questions? Yeah, okay. ഈ കമലഹാസന്റെ ബിഗ്ഗസ്റ്റ് ഫാനും ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും കമലഹാസൻ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടു സാറ്റിസ്ഫൈ ദാറ്റ് ഫാൻ ഭയങ്കര എളുപ്പമാണോ? ഫാന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എളുപ്പമാണ്. ബിക്കോസ് ഹി ഈസ് റെഡി ടു അപ്രീഷിയേറ്റ്. ക്രിട്ടിക് അങ്ങനെയല്ല, ബഹുമാനത്തോടു കൂടി കേൾക്കണം. അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ്. കമലഹാസന്റെ ഫാൻ അനുഭവിക്കില്ല. ഫസ്റ്റ് I'll keep him in the set with me. Then എൻ്റെ കൂടെ കമലഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. I am the least in that. And so yes, it continues. And I respect the critic more than this fan. This fan and that critic are very important. കമൽ സർ. യെസ് സർ വളരെയധികം ഗാന്ധിജിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹേറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ്. ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ്. പക്ഷേ വിക്രമായാലും തഗ് ലൈഫ് ആയാലും അതിൻ്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണി സാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിലാണ്. വിക്രമിലെ ക്രക്സ് ലോകേഷിന് കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ്. എൻ്റെ രണ്ടിലുള്ളത് വയലൻസ് ആണ്. സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല. There will be violence. How you confront it, with what kind of valor? Gandhiji's valor is the highest valor because the height of valor is ahimsa.
and he has shown it. So, why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people. I'm just the least of them. Martin Luther King, Mandela, they all are fans of Gandhiji. And I'm another 4 generations later I came by. I'm his great grandson. Now I'm yet to become great, but I'm a grandson. കമൽ സർ ചോദിച്ചോളൂ. ഇവിടെ ഓക്കെ, വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണിന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്നറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയും. I just spoke to him. Vartha Mumbu. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my. So I told him, Aliyanaye pagillo, valare sandosham. So I just spoke to him and I wished him happy birthday. I need to tell you this. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പലരെയും മറക്കുമായിരിക്കും, പക്ഷേ ഉലകനായകനെ 100 വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം തഗ് ലൈഫിൻ്റെ അനൗൺസ്മെൻറ്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രിസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെ ആവും ഞങ്ങൾ. ഫോർ us, the true hero for us is cinema itself. So ബാക്കിയെല്ലാം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് ദ ലീഡ് റോൾ മാൻ. സിനിമ നീഡ്സ് ഗുഡ് ആക്ടേഴ്സ്. അത്രയേ ഉള്ളൂ. You call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So that's what it is. And I hope you remember me for another 100 years without any negative comments. Then it will be a good life. സാർ, ഞങ്ങളുടെ ജോജു ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ഈ സിനിമയിലൂടെ തിരിച്ച് ഞങ്ങൾക്ക് എന്നും വേണം കേരളത്തിലേക്ക്. സംശയമാണ്, കുറച്ച് സംശയമുണ്ട്. തിരിച്ച് കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാഗേഷ് തിരിച്ച് കർണാടക പോകാൻ കഴിയില്ല. സരോജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോ ജോജോ അങ്ങനെ ആയിപ്പോ. ദറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആവും. ഹലോ കമൽ സർ, ഹലോ ഇവിടെ. ചാണക്യൻ, മദനോത്സവം പോലത്തെ സിനിമ ഇനി എപ്പോഴാണ് പ്രതീക്ഷിക്കാൻ നമുക്ക് മലയാളത്തിൽ? എന്തോ ചാണക്യൻ, മദനോത്സവം പോലത്തെ മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്ത, അതുപോലത്തെ ഇനി ഇപ്പൊ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുക സാറിന്? അതുപോലെയാണ്. വയസ്സ് എത്രയായി? അത് വേറെ മാറി. ഇതിൽ കുറെ ഉത്സവമുണ്ട്. മൈക്ക് കൊടുക്കും.